ആഗ്രഹങ്ങൾ തീരാതെ മരിച്ചവരാണ് പ്രേതമായി മാറുന്നത് എന്നാണല്ലോ. അപ്പോൾ കേരളത്തിന് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് എല്ലാവരും ആഗ്രഹങ്ങളൊക്കെ തീർന്നാണോ മരിക്കുന്നത്? അങ്ങനെയാവാൻ വഴിയില്ലല്ലോ. അപ്പോൾ ഒരു മലയാളി ഇംഗ്ലണ്ടിലോ മറ്റോ പോയി മരിക്കുന്നുവെന്നിരിക്കട്ടെ, അവളുടെ പ്രേതഭവനം എവിടെയായിരിക്കും? ലണ്ടൻ ബ്രിഡ്ജിനൊക്കെ അരികിലായിരിക്കുമോ? ശരിക്കു പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ വിൻ്ററിനോളം പ്രേതങ്ങൾക്ക് പറ്റിയ ഒരു പ്രൈം ടൈമില്ല. ഇരുട്ടും തണുപ്പും, ഒരു മനുഷ്യൻ പുറത്തിറങ്ങാത്ത സമയം. വൈകിട്ട് 5-ന് ഒരു മഞ്ഞുള്ള ജനുവരി ദിവസം നിങ്ങളൊരു കൺട്രി റോഡിലൂടെ പോകുമ്പോൾ വെളുത്ത ഒരു നിഴൽ പെട്ടെന്ന് തെന്നി മാറിയെന്നിരിക്കട്ടെ. ഇംഗ്ലീഷുകാരൻ പറഞ്ഞു വരും, അത് ഫോട്ടോ പീരിയോഡിസം. വിൻ്ററിൽ ഡാർക്ക്നെസ് കൂടുമ്പോൾ ഇമാജിനേഷൻ ആക്ടിവിറ്റി കൂടുന്ന പ്രതിഭാസം. നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ആരും നിങ്ങളെ തട്ടിപ്പോയി എന്നിരിക്കട്ടെ, അതിനും കാണും വിശദീകരണം. എക്സ്ട്രീം തണുപ്പിൽ മനുഷ്യൻ്റെ പെരിഫറൽ നെർവ് സെൻസിറ്റിവിറ്റി കൂടും. അതുകൊണ്ട് കാറ്റ് തട്ടിയാലും തോന്നും പ്രേതമാണെന്ന്. ഇംഗ്ലണ്ടിൽ 1000-ഓളം വർഷങ്ങൾ പഴക്കമുള്ള കാസിൽസ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ പ്രേതങ്ങളില്ലെന്നാണോ? അവർ പറയും ഇറ്റ് ഈസ് ജസ്റ്റ് ഫോട്ടോ പീരിയോഡിസം. ബട്ട് ഡീപ്പ് ഇൻസൈഡ് യു നോ, അതവളാണ്. ലണ്ടൻ ബ്രിഡ്ജിനടിയിൽ അവൾ അലയുകയാണ്.